ഹേ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നമ്മളൊരു 2-3 മാസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് പൊള്ളാച്ചി വഴിയാണ് വന്നത്. അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് അവിടെ കണ്ട ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. അതും ഞാൻ ഈ വീഡിയോയോടെ പറയാം. അവിടെ എത്തിയപ്പോൾ ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു വെജ് ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഒരു വെജിറ്റബിൾ ബിരിയാണി കഴിച്ചു കേട്ടോ. എല്ലാവരും വെജിറ്റബിൾ ബിരിയാണി തന്നെയാണ് കഴിച്ചത്. നല്ല രുചിയുള്ള ബിരിയാണി ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഈ കാളവണ്ടി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒന്നും കാണാൻ പറ്റാത്തൊരു കാഴ്ച തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴി ഒരുപാട് തെങ്ങിൻ തോപ്പുകൾ കണ്ടു കേട്ടോ. എല്ലാതും നല്ല ക്ലീൻ ആയി കിടക്കുന്നു. കണ്ട ഈ തെങ്ങിൻ തോപ്പിന്റെ അടിയിലൊക്കെ ഇങ്ങനെ കച്ചറൊന്നുമില്ലാതെ നല്ല വൃത്തിയിൽ അവരിട്ടിട്ടുണ്ട്. കണ്ടതാണ് റോഡിന്റെ 2 സൈഡിലും ഇങ്ങനെ പുളിമരങ്ങൾ ചാഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. നല്ല തണല് വിരിച്ചിട്ടാണ് നിൽക്കുന്നത് 2 സൈഡിലും. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. നമ്മളുടെ ഇപ്പോ ഹൈവേ ഒക്കെ വന്നപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കാണുന്നില്ല കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ടാണ്. നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതൊരു വെള്ളച്ചാട്ടമായിരുന്നില്ല, അതൊരു ഡാമായിരുന്നു കേട്ടോ. ആലിയാർ ഡാം എന്നാണ് ഈ ഡാമിന്റെ പേര്. ഈ ഡാമിലേക്ക് പോവാൻ കുറച്ച് നടന്നിട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പൊ പോകുന്ന വഴി ഫുള്ള് ചെറിയ ചെറിയ വീടുകളാണ്. ഇങ്ങനെ കോളനി പോലെ ചെറിയ ചെറിയ വീടുകളായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് നല്ല വൃത്തിയില് വീടായാലും പരിസരങ്ങളായാലും പോകുന്ന വഴിയായാലും നല്ല വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ. ഡാമിന്റെ അടുത്തെത്തുമ്പോൾ മാത്രമാണ് കുറച്ച് കച്ചറ തോന്നിയത്. അതെനിക്ക് തോന്നുന്നു ടൂറിസ്റ്റുകൾ വന്നിട്ട് കച്ചറപ്പെടുത്തിയിട്ടുള്ളതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല വഴുക്കലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് കൈയൊക്കെ പിടിച്ച് നമ്മൾ അതിലിറങ്ങി. അങ്ങനെ നല്ല വഴുക്കലും നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു വെള്ളത്തിന്. നമ്മളതൊക്കെ കണ്ട് ആസ്വദിച്ച് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴി നമ്മൾ ഈ ഡാമിന്റെ അകലെ നിന്നിട്ടുള്ള വ്യൂ കണ്ടു. അപ്പൊ നമ്മൾ അവിടെ കാറ് നിർത്തി കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അടുത്തത് നമ്മൾ പോയത് ഒരു വാട്ടർഫോൾസിലേക്കാണ്. മങ്കി വാട്ടർഫോൾസ് എന്നാണ് ഈ വാട്ടർഫോൾസിന്റെ പേര്. ചെന്ന് കയറുമ്പോൾ തന്നെ നല്ല തണലാണ് കേട്ടോ. കുറേ മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണൽ വീഴ്ചിട്ടുള്ള ഒരു ചെറിയ വാട്ടർഫോൾസ്. അത്ര ഭയങ്കര വലുതുമല്ല, അത്ര ഭയങ്കര ചെറുതുമല്ല, ഒരു ഇടത്തരം ഇതുള്ളൊരു വാട്ടർഫോൾസ് ആണ് കേട്ടോ. വിചാരിക്കുന്ന പോലെയല്ല, നല്ല തണവുള്ള വെള്ളമായിരുന്നു. അതുപോലെ തന്നെ നല്ല ഒഴുക്കുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ. ഞാൻ കുളിച്ചു, ഒരുപാട് എൻജോയ് ചെയ്തു. മഴക്കാലാണെങ്കിൽ ഈ വാട്ടർഫോൾസ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ കണ്ട മറ്റൊരു കാഴ്ചയാണ് കേട്ടോ. ചെറിയ ചെറിയ തട്ടുകളെ പോലുള്ള കടകളിലൊക്കെ ഇങ്ങനെ പലതരം മീനുകൾ കായം പറ്റി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഓരോരുത്തർ വന്ന് അത് ഫ്രൈ ചെയ്ത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. പക്ഷേ ചില്ലിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒന്നുമല്ല, ഇങ്ങനെ വെറുതെ ജസ്റ്റ് തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ റോഡ് സൈഡിലായ കാരണം നിറയെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആൾക്കാരതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയത്. വീട്ടിലെത്തിയപ്പോൾ തന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് സ്വീറ്റ് ഹോം എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.